ഇവിടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒരു 22 ഉണ്ടായിരുന്നു. ഒരു ആവറേജ് ആണത്. ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഒക്കെ എന്ന് പറയുന്നത് അതിലും കൂടുതൽ വരാറുണ്ട്. ഒരു 30-35ഓളം. ഹായ്, നന്നായിട്ട് നല്ല ഡെപ്തിൽ പഠിച്ച ഈ ഒരു പരീക്ഷയ്ക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറെടുത്ത ആളുകളെ എപ്പോഴും പരീക്ഷ എളുപ്പമാവുന്ന നിരാശപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പരീക്ഷയായിരുന്നു ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിരാശ ഉണ്ടാവും. കാരണം എന്താണ്, സാധാരണഗതിയിൽ ചുമ്മാ എല്ലാവരും പ്രിലിംസ് പാസ്സായവരാണെങ്കിൽ പോലും എല്ലാവരും ചിലപ്പോൾ പ്രിലിംസിന്റെ ഡേറ്റ് കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ ഈ ഒരു മെയിൻസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചവരായിരിക്കണം എന്നില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഒരേ മുൻതൂക്കം നൽകുന്ന രീതിയിലുള്ള ഒരു എക്സാം ആയിട്ട് മാറി എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത. കാരണം പല ചോദ്യങ്ങളും ഇപ്പോൾ പേപ്പർ 1-ലാണെങ്കിലും പേപ്പർ 2-ലാണെങ്കിലും, പ്രത്യേകിച്ച് പേപ്പർ 2-ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ സ്പെഷ്യൽ ടോപ്പിക് പുതിയ ഏരിയകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചവരും ഇതൊന്നും പഠിക്കാതെ ആ ചോദ്യ പേപ്പറിന് അറ്റൻഡ് ചെയ്യുന്നവർക്കും കോമൺ സെൻസ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ആ രീതിയിലുള്ള ചോദ്യങ്ങളും ഓപ്ഷനായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് പരീക്ഷയുടെ ഒരു പൊലിമ ഇത്തിരി ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വലിയൊരു വിഷമമില്ലാതെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാ പരീക്ഷകളിലും സംഭവിക്കുന്ന പോലെ തന്നെ മലയാള പരിഭാഷയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മലയാളത്തിൽ ആദ്യം നോക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ടൈം മാനേജ്മെന്റ് ഒരു വിഷയമായി മാറിയിട്ടുണ്ടാവും. കുറേ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ച് നോക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ സമയം നഷ്ടപ്പെടുന്നുണ്ടാവും. അങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് ഇഷ്യൂ മലയാളത്തിൽ വായിക്കുന്നവർക്ക് വന്നിട്ടുണ്ടാവും. ആദ്യം തൊട്ടേ ഇംഗ്ലീഷിൽ തന്നെ പോകുന്നവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളും നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പേപ്പർ 1-ലേക്ക് അടക്കുകയാണെങ്കിൽ പേപ്പർ 1-ൽ ഹിസ്റ്ററി 7 എല്ലാം നമ്മുടെ സിലബസിൽ വെയിറ്റേജ് പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. 7 അല്ലെ അങ്ങനെ ഓരോന്നും 7 മാർക്ക് വീതം പറഞ്ഞത് അങ്ങനെയും, അതല്ലാതെ ഓരോന്നിനും പറഞ്ഞ മാർക്ക് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതിൽ ഹിസ്റ്ററി 7 ചോദ്യങ്ങൾ വന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ പൊതുവെ ഭയങ്കര എളുപ്പമായിട്ട് മാറി. ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ഈ പരീക്ഷയുടെ തന്നെ പ്രിലിംസിനേക്കാളും എളുപ്പമായിട്ട് പേപ്പർ 1 മാറി എന്നുള്ളതാണ്. പേപ്പർ 1 എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ വേണ്ടി പഠിക്കുന്ന അതേ സിലബസ് തന്നെ വരുന്ന സാധനങ്ങളാണ്. ചെറിയ ചെറിയ വെയിറ്റേജിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിലബസ് വെച്ച് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇത്ര എളുപ്പമായിട്ട് സാധാരണഗതിയിൽ വരാറില്ല. അപ്പം ഹിസ്റ്ററി എന്തായി വളരെ എളുപ്പമായി മാറി. അതിൽ 3 ഈസി, ആവറേജ്, അതേപോലെ തന്നെ ടഫ്, അതാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം 3 ചോദ്യങ്ങൾ എന്താണ് ഈസിയാണ്, ദെൻ 3 ചോദ്യങ്ങൾ ആവറേജ്, ദെൻ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഒരു ഇത്തിരി നിലവാരത്തിലുള്ളത് വേണമെങ്കിൽ പറയാവുന്നത്. ബാക്കിയുള്ളതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആയി മാറി. ദെൻ ജോഗ്രഫിയുടെ കാര്യത്തിലാണെങ്കിൽ ഇതേപോലെ തന്നെ വളരെ എളുപ്പമായിട്ട് മാറി. അടുത്ത കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ജോഗ്രഫി ഇവിടെ 4 ഈസി ക്വസ്റ്റ്യൻ, 3 ആവറേജ്, ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ് അവിടെ ഇല്ലായിരുന്നു. ദെൻ എക്കണോമിക്സും താരതമ്യേന എളുപ്പമായി. ഒരു ചോദ്യം മാത്രം വേണമെങ്കിൽ നമുക്ക് ഒരു ടഫ് എന്ന് പറയാം. ബാക്കി 6 ചോദ്യങ്ങളും ഈസി ആൻഡ് ആവറേജ് കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ ലൈഫ് സയൻസ് ആണ് കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക്. താരതമ്യേന മറ്റു വിഷയങ്ങളിൽ വ്യത്യസ്തമായിട്ട് സയൻസിലെ ചില ചോദ്യങ്ങൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയി. പക്ഷെ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ ബുദ്ധിമുട്ടാണ് തോന്നുമെങ്കിലും അതിന്റെ ഓപ്ഷൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്താവുന്ന ചോദ്യങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? സയൻസിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ലൈഫ് സയൻസിൽ. ലൈഫ് സയൻസ് ചോദ്യ രീതി മുൻപത്തേതിൽ നിന്ന് കുറച്ചൊരു വിഭിന്നമായിരുന്നു. ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നത്. പക്ഷേ ഏതൊരു സാധാരണക്കാരനും ആ ചോദ്യം വായിച്ചു നോക്കിയാൽ ഇതായിരിക്കാം ഉത്തരം എന്ന് തോന്നും. ആ തോന്നലിന് പുറത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുകയും ചെയ്യും. അങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു ലൈഫ് സയൻസിൽ കൂടുതലും. കുറച്ച് ടഫാണ്, ഒറ്റ നോട്ടത്തിൽ കാണുന്നവനെ സംബന്ധിച്ച് വായിക്കാത്ത ചോദ്യങ്ങളായിരിക്കും. പക്ഷെ എന്താണ്, അതിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള 3 ചോദ്യങ്ങൾ, ബാക്കിയുള്ളതൊക്കെ 2 ഈസി ആവറേജ് ക്വസ്റ്റ്യൻസ് പെടുത്താവുന്നതാണ്. ബാക്കി 3 എണ്ണം ഇത്തിരി നിലവാരത്തിലുള്ളതായിട്ട് പെടുത്താം നമുക്ക്. ദെൻ ഫിസിക്സിന്റെ കാര്യത്തിലും ഇതേപോലെ 2 ക്വസ്റ്റ്യൻസ് ടഫാണ്. അതേപോലെ കെമിസ്ട്രിയുടെ കാര്യത്തിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ടഫാണ്. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ഈസി, ആവറേജ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ സയൻസിലാണ് കുറച്ചെങ്കിലും, സയൻസിന്റെ ആ 21 മാർക്കിൽ കുറച്ച് ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ അവിടെ വിഷമിപ്പിച്ചിട്ടുണ്ടാവുക. ദെൻ ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ അല്ലേ, അവിടെ 8 മാർക്കിനുള്ള ചോദ്യങ്ങളുള്ളതിൽ 3 ചോദ്യങ്ങൾ അത്യാവശ്യം നിലവാരമുള്ളതായിരുന്നു. ദെൻ സ്പോർട്സിലെ ഒരു ചോദ്യവും അത്യാവശ്യം നിലവാരമുള്ളതാണ്. ബാക്കിയൊക്കെ ആളുകൾക്ക് എഴുതാവുന്നതാണ്, നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നവർക്ക് എഴുതാവുന്നതാണ്. ഇതാണ് പേപ്പർ 1-ൽ ബാക്കിയുള്ള ഏരിയകളുടെ കാര്യം. IT ഓക്കെ, അവിടെ 2 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടഫാണ്, ബാക്കിയുള്ള ഈസിയാണ്. ദെൻ മാത്സിലും ഒരു 4 ചോദ്യങ്ങൾ ടഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എബോ ആവറേജ് കാറ്റഗറിയിൽ വരുന്ന ഒരു 4ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ബാക്കി 11 ചോദ്യങ്ങളും ചെയ്യാവുന്നതാണ്. ദെൻ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. കുറെ കാലമായിട്ടല്ലേ, കുറച്ച് പരീക്ഷകളായിട്ട് ഈ ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമാണ്. അതിനിടയിൽ ഒരു പരീക്ഷയിൽ മാത്രമാണ് ഇത്തിരി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വന്നത്. ഇവിടെയും അതേപോലെ തന്നെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ വന്നു. 10 ഈസി ക്വസ്റ്റ്യൻസ് ആണ്, 3 ആവറേജ് ആണ്.
ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ് എന്തിലില്ലായിരുന്നു, ഇംഗ്ലീഷിലില്ലായിരുന്നു. മലയാളത്തിൽ അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ഒരു ടഫായിട്ട് പെടുത്താം. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഈസി ആവറേജ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ടോട്ടൽ 100 മാർക്കിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ, പേപ്പർ 1 നോക്കുകയാണെങ്കിൽ 45 ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളും 34 ചോദ്യങ്ങൾ ആവറേജ് കാറ്റഗറി ചോദ്യങ്ങളും 21 ചോദ്യങ്ങൾ ടഫ് ക്വസ്റ്റ്യൻസും എന്നുള്ള രീതിയിൽ പെടുത്താം. അപ്പോൾ ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വീട്ടിലിരുന്ന് നോക്കുമ്പോൾ, സമയം എടുത്ത് എൻ്റെ ഇഷ്ടം പോലെ നോക്കുമ്പോൾ തോന്നുന്നതാണിത്. ഓക്കെ, അപ്പൊ ഇത് പരീക്ഷ ഹാളിൽ എല്ലാവർക്കും ഇതേപോലെ അല്ല അനുഭവപ്പെടാനുള്ള കൃത്യമായ ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരാൾ വിശകലനം നടത്തേണ്ടത്. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് നോക്കുമ്പോൾ ഇത് സുഖാന്ന് പറഞ്ഞിട്ട് അതേപോലെ ആയിരിക്കില്ല ഒരു ഉദ്യോഗാർത്ഥിക്ക് വീട്ടിൽ എവിടെ നിന്ന് ക്ലാസ് റൂമിൽ നിന്ന് നോക്കുന്ന സമയത്ത്. അവിടെ ടെൻഷൻ്റെ അടിച്ചാണ് നോക്കുന്നത്, ആ ഒരു സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ള ബോധ്യമുണ്ട്. നമുക്കതില്ലല്ലോ, നമുക്കിത് ഇങ്ങനെ വല്ല വായിച്ചു പോയാൽ പോരെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കാണുന്ന രീതിയിലല്ല ഒരാൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ വിശകലനം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 45 ഈസി ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ 100 ചോദ്യങ്ങളിലൂടെയും കടന്നു പോയ ഒരാൾക്ക് എന്തായാലും പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ബാക്കിയുള്ള 34 ചോദ്യങ്ങൾ ഈ പരീക്ഷാ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് എല്ലാം ഒന്നും ആൻസർ ചെയ്യാൻ അറിയുന്നവർക്ക് പോലും പറ്റാറില്ല. ചിലതൊക്കെ എന്ത് ചെയ്യും, നെഗറ്റീവിലേക്ക് പോകും. അറിയുന്ന നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി അറിയാം. നിങ്ങൾ തെറ്റിച്ച ചോദ്യം കാണുന്ന ഇപ്പോൾ നിങ്ങൾക്ക് നാണം വരുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അയ്യോ, ഇത് തെറ്റിച്ച ആളാണോ ഞാൻ എന്ന് ലജ്ജിച്ച് പോകുന്ന, തലതാഴ്ത്തി പോകുന്ന ചോദ്യങ്ങൾ പോലും ഉണ്ടാവും. അപ്പോൾ ഇതിലൊരു 34 ഒരു 17, ഓക്കെ, ആ പകുതി ചോദ്യങ്ങൾ ഈ പറയുന്ന ആവറേജ് ഉദ്യോഗാർത്ഥി അത്യാവശ്യം നന്നായിട്ട് ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥി ചെയ്യുമ്പോൾ അവന് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര മാർക്കായി, 62 മാർക്ക്. ഈ 62 പ്ലസ് അല്ലെ, അതിന് മുകളിലോട്ട് ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിവുള്ള, അതിന് അർഹതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റണം, ഇതിന് മുകളിലോട്ട് സ്കോർ ചെയ്യാൻ പറ്റണം. പിന്നെ ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞത്, ഒന്നാം പേപ്പർ നിങ്ങൾക്ക് അത്രയും എളുപ്പമായിട്ട് തോന്നാനുള്ള മറ്റൊരു കാര്യം എന്താണ്, 14 ചോദ്യങ്ങളെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുള്ളൂ. അത്രയും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. 14ഓളം ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അത്യാവശ്യം ടൈം മാനേജ്മെന്റ് പഠിച്ച, ആ രീതി ശ്രദ്ധിച്ച, ഞാൻ എല്ലാ ഉദ്യോഗാർത്ഥികളോടും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് എന്തായാലും 62+ സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ വളരെ നല്ല മാർക്കുകളൊക്കെ സ്കോർ ചെയ്ത എത്രയോ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ബാച്ചിൽ തന്നെ ഉണ്ട് അല്ലെ. ഗോൾഡ് ബാച്ചിലും നോർമൽ ബാച്ചിലും ഒക്കെ ആയിട്ട് എത്രയോ ഉദ്യോഗാർത്ഥികൾ 70 മുകളിലും 75 മുകളിലൊക്കെ സ്കോർ ചെയ്ത ആളുകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പേപ്പർ 2ന്റെ കാര്യത്തിലേക്ക് വരാം. പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റും കൂടെ ചേർത്ത് 10 20 മാർക്ക്. ആ 20 മാർക്കിൽ ഒരു 4 ചോദ്യം. പേപ്പർ 2 ആണ്, പലരും ഭയങ്കര ടെൻഷൻ അടിച്ച് പോയൊരു സാധനം. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പലതും നമുക്ക് എന്താണ്, വെറും കോമൺ സെൻസ് വെച്ച് ഉത്തരം എഴുതാവുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് പോലും ഗുണകരമായി എന്നുള്ളതാണ്. ഇത് പകുതി വഴിയിലിട്ട് അല്ലെ, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച് നിർത്തിവെച്ച ആളുകൾക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം 8, 8, 4 എന്നുള്ള രീതിയിൽ അതിനെ 20 ചോദ്യങ്ങളെ കണക്കാക്കാം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പും കൂടെ 12 വെട്ടും 20 മാർക്കിനുണ്ട്. ആ 20 മാർക്കിന്റെ ഏരിയയും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. ഭരണഘടനയിൽ നിന്ന് വന്ന ചോദ്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഭൂരിഭാഗവും. വളരെ ഒരു 3ഓളം ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഏരിയ എന്ന് ഇത്തിരി ടഫ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈസി ആൻഡ് ആവറേജ് കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ കേരള എക്കണോമി ആൻഡ് കേരള മോഡൽ ഡെവലപ്മെന്റ് പൊതുവെ ഉദ്യോഗാർത്ഥികൾ പേടിയോടെ കണ്ടൊരു ഭാഗമായിരുന്നു പഠിക്കുന്ന സമയത്ത്. 15, 15, 30 മാർക്കിനുണ്ട് താനും അല്ലേ. ഇവിടെ ഒരു 8ഓളം ചോദ്യങ്ങൾ മാത്രമാണ് അത്യാവശ്യം നിലവാരം പുലർത്തിയത്. ബാക്കിയുള്ള ഈസി ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഓക്കെ, അത് 3 കൂടെ 20 മാർക്കിനും പിന്നെ ഇ ഗവേണൻസ് 10 മാർക്കും. അപ്പം എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു 5ഓളം ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല നിലവാരമുള്ളതാണ്. ബാക്കി 15 ഈസി പ്ലസ് ആവറേജ് കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ ഇ ഗവേണൻസിലെ 10 മാർക്കിൽ ഒരു ചോദ്യം അത്യാവശ്യം നിലവാരമുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് വന്നത്. ഭൂരിഭാഗവും ഈസി ക്വസ്റ്റ്യൻസ് ആണ്, 6ഓളം ചോദ്യങ്ങൾ. ദെൻ ഇവിടെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 50 ചോദ്യങ്ങൾ വളരെ ഈസി ആയിരുന്നു. ദെൻ 29 ചോദ്യങ്ങൾ ആവറേജ് ആണ്. ദെൻ 21 ചോദ്യങ്ങൾ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും. ഇവിടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒരു 22 ഉണ്ടായിരുന്നു. ഒരു ആവറേജ് ആണത്. ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഒക്കെ എന്ന് പറയുന്നത് അതിലും കൂടുതൽ വരാറുണ്ട്. ഒരു 30-35ഓളം എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അതിന് മുകളിലൊക്കെ വന്നിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 10th ലെവൽ ആയാലും 12th ആയാലും ഡിഗ്രി ലെവൽ ആയാലും ഒക്കെ ഒരു 15-20 ഇടയിലുള്ള ചോദ്യങ്ങൾ ആവറേജ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ന്യൂ പാറ്റേൺ എന്നൊക്കെയുള്ള രീതിയിൽ ചേരുംപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഉദ്യോഗാർത്ഥികൾ അതുമായിട്ട് ഏകദേശം പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യവും അറിയാം. ഇവിടെ അത് 22ഓളാണ് ഉള്ളത് എന്നുള്ളതും അത്രയധികം ബുദ്ധിമുട്ടിക്കില്ല. പക്ഷേ ടൈമിന്റെ കാര്യത്തിൽ പേപ്പർ 2 പല ടോപ്പിക്കുകളും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പുതിയതായതുകൊണ്ട് ടൈം മാനേജ്മെന്റ് ഇവിടെ പലർക്കും വിഷയമായിട്ടുണ്ടാവാം. വലിയൊരു ശതമാനത്തിന് അത് വിഷയമായിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ 50-ൽ ഈസി 50ഉം നേടണം. ദെൻ 29-ൽ ഒരു 15ഉം, അപ്പം പകുതി മാർക്ക് 65+.
അല്ലെ 65+ മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ട് പഠിച്ച മിടുക്കരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ടൈം മാനേജ്മെന്റ് നടത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ പേപ്പർ 2 പുതിയ ഏരിയകളായതുകൊണ്ടും ഒരു 22ഓളം ചോദ്യങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ടും അല്ലെ ഒരു ടെൻഷൻ വന്നിട്ടുണ്ടാവാം. പല ഏരിയകളും പല ഉദ്യോഗാർത്ഥികളും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾ കാണുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ഇവിടെ ചിലപ്പോൾ പലർക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞ അർഹതയുള്ള ആളുകളാണെങ്കിൽ പോലും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കാം. മൊത്തം 100 മാർക്കിന്റെ ഒരു പരീക്ഷയിൽ 200 മാർക്കിന്റെ ഈ പരീക്ഷയിൽ 95 ചോദ്യങ്ങൾ ഈസിയാണ്. അപ്പോൾ 95 ഓക്കെ പ്ലസ് നമുക്കൊരു കട്ട് ഓഫിലേക്ക് ഏകദേശം എത്തുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇത് എൻ്റെ ഒരു ചിന്ത മാത്രമാണ്. ശരിയാവാം തെറ്റാവാം. എത്രയോ പരീക്ഷകളിൽ ശരിയായിട്ടുണ്ട്, ചില പരീക്ഷകളിൽ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ശരിയാകുന്ന പരീക്ഷയിൽ അതിനുള്ള അവകാശവാദം ഉന്നയിക്കാറില്ല. തെറ്റിയ പരീക്ഷയിൽ ഞാൻ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാറില്ല. അത് സാധാരണഗതിയിൽ അത് ആഗ്രഹിക്കുന്ന അല്ലെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. എപ്പോഴും പറയുന്ന വാചകമാണ്. ഓക്കെ അപ്പോൾ 95 പ്ലസ് ഈ 63 അല്ലെ 63 ഒരു പകുതി നമുക്ക് എടുക്കാം. ഓക്കെ അപ്പം 63 പകുതി നമുക്ക് എടുക്കാം, ഒരു 32 എടുക്കാം. അപ്പം 95 പ്ലസ് 32 എത്രയായി? 97 100 127 അല്ലെ. വേണമെങ്കിൽ ഒന്ന് ഇപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ 126. ഈ ഒരു 126 മാർക്കാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ഈ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച ഒരു അത്യാവശ്യം എടുക്കാനായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ടൈം മാനേജ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് നടത്തുകയാണെങ്കിൽ 126 പ്ലസ് അതിന് മുകളിലോട്ട് മാർക്ക് നേടാൻ പറ്റിയിട്ടുണ്ടാവണം. എല്ലാവർക്കും പറ്റിയെന്നല്ല, നിങ്ങൾ അർഹതയില്ല എന്നല്ല അതിനർത്ഥം. നിങ്ങൾക്ക് പല കാരണങ്ങളാൽ അത് ചെയ്ത് കൂട്ടാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിലോ ചോദ്യങ്ങൾ കണ്ടപ്പോൾ ടെൻഷൻ അടിച്ചു പോയിട്ടോ അല്ലെ, അല്ലെങ്കിൽ 2 പരീക്ഷ പരിചയമില്ലാത്തത് കൊണ്ടോ, രാവിലെ ഉച്ചയ്ക്കും പരീക്ഷ എന്നുള്ള അല്ലെ ആ ഒരു പ്രശ്നം കൊണ്ടോ, അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് അർഹതയുണ്ടായിട്ടും അല്ലെ യോഗ്യതയുണ്ടായിട്ടും ഇതിന് താഴോട്ട് പോയ പല ആളുകളും ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു മാർക്ക് പ്ലസ് ഇവിടെ നേടാം. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥി ഈ രീതിയിൽ നേടുന്ന മാർക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഈ 126 ബേസ് ചെയ്തിട്ട് ഞാൻ സാധാരണഗതി പറയുമ്പോൾ ഇത്തിരി മാർക്ക് താഴോട്ടേക്കും 2-3 മാർക്ക് താഴോട്ടും 2-3 മാർക്ക് മുകളിലോട്ടും കൂട്ടിയിട്ടാണ് പറയുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ പറയേണ്ട ഏകദേശം ഒരു 120നും 130നും ഇടയിൽ എന്നുള്ള രീതിയിലാണ് കട്ട് ഓഫ് പറയേണ്ടത് പൊതുവേ. പക്ഷെ ഇവിടെ സെക്രട്ടറി അസിസ്റ്റന്റ് ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വലിയ റാങ്ക് ലിസ്റ്റ് ആകുന്നത് കൊണ്ടും ഇനി ഇപ്പം വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടും പലവിധ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ പേപ്പർ 1 പേപ്പർ 2 എന്നുള്ള രീതിയിൽ ഒരു പരിഷ്കാരം LSCDക്ക് കൊണ്ടുവന്ന് ആ കൊണ്ടുവന്നതിന്റെ വ്യത്യാസം അവിടെ നമ്മൾ കണ്ടു. അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ കണ്ടു. ഇവിടെ അതുപോലെയുള്ള ഒരു ലിസ്റ്റ് അല്ല, അതിനേക്കാൾ വലിയ ലിസ്റ്റാണ് വരാൻ പോകുന്നത്. ഇവിടെ എല്ലാവരും പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് എഴുതിയവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെ പരീക്ഷയുടെ ടൈം മാനേജ്മെന്റ് ഇങ്ങനെയുള്ള പല ഘടകങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ പരിഗണിച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇത്തിരി താഴോട്ടേക്ക് കുറച്ചിട്ട് സാധാരണ വ്യത്യസ്തമായിട്ട് ഒരു 110 to 120 ഈ ഒരു റേഞ്ചാണ് ഇതിന്റെ അപ്പെക്സ് ലെവലിലേക്ക് വരാൻ ഉള്ള സാധ്യതയാണ് കൂടുതലും. ഓക്കെ അപ്പം ഈ ഒരു റേഞ്ചിലേക്കാണ് ഞാനിവിടെ ഏകദേശം ഒരു കട്ട് ഓഫ് മാർക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്ത് തന്നെയായാലും അതിന് താഴോട്ടായാലും മുകളിലോട്ടായാലും നിങ്ങൾ ഇവിടെ ഒരു 100ന് മുകളിലൊക്കെ മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല കഴിവുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ഒരു മടുപ്പുണ്ടാവരുത്, പഠനം നിർത്തരുത്, നന്നായിട്ട് പഠിക്കുകയാണ് വേണ്ടത്. ആ ഒരു കഴിവുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾ. ഇതൊക്കെ നേടാൻ കഴിവുള്ള ആളുകളാണ്. ഇനി ഇതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുന്നു. അതിന് ഈ പറഞ്ഞ രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവില്ല, കാരണം വിവിധ കമ്പനികളും ബോർഡുകളും കോർപ്പറേഷനുകളാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഉണ്ടായേക്കാം കേട്ടോ മാറ്റങ്ങൾ കൊണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പഠിക്കാൻ പര്യാപ്തമായിട്ടുള്ള കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് ഒട്ടും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എന്ത് തന്നെയായാലും ഒരു 110ന് മുകളിലുള്ള ആളുകളൊക്കെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. 110 120 എന്തായാലും അതിന് മുകളിലോട്ടുള്ള ആളുകളൊക്കെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. താഴോട്ടുള്ള ആളുകളായാലും ടെൻഷൻ അടിക്കേണ്ട, മറ്റു പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുക. ഇനി 100ന് മുകളിലായാലും നിങ്ങൾ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്ത് എന്താ നഷ്ടം? ഇപ്പോൾ ഒരു നഷ്ടവും ഇല്ലല്ലോ. അതിനോടൊപ്പം പഠനവും കൊണ്ടുപോവുക, മറ്റു പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പഠനവും മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നല്ല രീതിയിൽ എഴുതിയ ആളുകൾക്ക് നമ്മുടെ എൻ്റെ ഗോൾഡ് ബാച്ചിൽ നിന്നായാലും അതേപോലെ തന്നെ എൻട്രിയുടെ നോർമൽ ബാച്ചിൽ നിന്നായാലും എൻട്രിയുടെ യൂട്യൂബ് ക്ലാസ്സുകൾ ഉപയോഗിച്ചിട്ട് അല്ലെ നമ്മുടെ അവസാനത്തെ ആ സീരീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും ഒക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളുകൾ അതിനെ പറ്റിയുള്ള മെസ്സേജുകൾ നമുക്ക് അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ കമൻറ്റുകളിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.